ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിഖില യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് മാറ്റി വെക്കണം. പിന്നെ സവാള കുഞ്ഞിനാന്ന് അരിഞ്ഞിട്ട് ഒരു ഇതരിഞ്ഞിട്ട് മാറ്റി വെക്കാം. 1 കിലോ ബീഫിലേക്ക് പച്ചമുളക്, ഇഞ്ചി ചതച്ചതിടാം. എന്നിട്ട് കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ എന്നിവ ഇട്ടിട്ട് 2-3 ഏലക്ക, പട്ട എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിക്കാം. നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 4-5 വിസിൽ വന്നവരെ നമുക്ക് വേവിക്കാൻ വെക്കാം. 4-5 വിസിൽ വന്നവരെ നമുക്കത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ആ സമയത്ത് കഞ്ഞി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അരിയിടുകയാണ്. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും. എല്ലാം നന്നായിട്ടുണ്ടാവും. ഞാൻ ഇതിൻ്റെ വോയിസ് എടുക്കുമ്പോഴേക്കും ഇവിടെ നല്ല ബഹളം. നന്നായിട്ട് പുഴുങ്ങി ബീഫ് എടുക്കുക. ശരിയാവുന്നില്ല ഗൈസ്. എൻ്റെ ചട്ടി എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയാണ് നല്ലത്. ഓയിലിനേക്കാളും വെളിച്ചെണ്ണ നല്ലത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പൈപ്പ് കാളിയാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ ചതച്ചിടാൻ നന്നായിട്ട് മൂപ്പിക്കാം. പിന്നെ ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ജാതിപത്രി അതൊക്കെ ആവശ്യമായിട്ട് പെരിഞ്ചീരകം ഞാൻ പൊടിക്കാണ്ടിട്ടേക്കണം. പൊടിച്ചു വിടാറുണ്ട് കറിയിലൊക്കെ. ഇപ്പോൾ പൊടിക്കാണ്ട് ഇട്ടേക്കണം. എന്നിട്ട് അതൊക്കെ മൂത്ത് കഴിയുമ്പോൾ ചെറിയുള്ളി, സവാളയും കൂടി ഇട്ട് കറിവേപ്പിലയും കൂടി നന്നായിട്ട് വഴറ്റും. ഒരു ഗോൾഡൻ കളർ ആവണവരെ നല്ലപോലെ വഴറ്റണം. അതുകൊണ്ട് എനിക്ക് എന്തൊക്കെ എങ്ങനെയാണ് ബീഫ് മസാല, മല്ലിപ്പൊടി, മുളക് വേണമെങ്കിൽ ചേർക്കാം. ഇവിടെ എരിവ് കൂടുതൽ പിള്ളേർക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇടാറില്ല. ബീഫ് മസാലയൊക്കെ അത്യാവശ്യം ഉണ്ടാവും. അത് പുഴുങ്ങി വെച്ചേക്കണം ബീഫ് അതിലേക്ക് ഇടാം. ആദ്യം കുറച്ച് നന്നായിട്ട് ആ മസാലയൊക്കെ മിക്സ് ചെയ്തിട്ട് മൊത്തം ബീഫ് ഇടാം. പിന്നെ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ശ്വാസത്തിന് ഞാൻ സംസാരിക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഉരുളക്കിഴങ്ങിട്ടാണ് നമ്മളിന്ന് ബീഫ് വരക്കണം. നമ്മുടെ കൊച്ചിക്കാരുടെ ബീഫ് വരക്കുന്നത് അതിലേക്ക് ഇട്ടിട്ട് ചേട്ടൻ നന്നായിട്ട് മൂടി വെക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് തള വന്നുണ്ട്. അപ്പോൾ ഞാൻ കറിവേപ്പില നേരത്തെ ഇട്ടാണ്. പക്ഷേ കറിവേപ്പിലയുടെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ 2 കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് പിന്നെ മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. മല്ലിയില അരിഞ്ഞ